ഇന്നിവിടെ സൺഡേ ആണ് കേട്ടോ. രാവിലെ ഏറ്റു വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് കണ്ടോ, ഐസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇപ്പം നമ്മൾ പള്ളിയിൽ പോവുകയാണ്. പള്ളിയിൽ പോകുമ്പോൾ ഞാൻ സാധാരണ സാരിയൊക്കെ കൊടുത്താണ് പോകുന്നത് കേട്ടോ. നമ്മൾ മലയാളം കുർബാനയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു വന്നു. ഇപ്പം നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ തലേദിവസം തന്നെ കുറച്ച് ചക്കയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വരുമ്പോഴേ കഴിക്കാമെന്ന് ആ ഒരു സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ചക്കയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രോസൺ ചക്ക കിട്ടും. അത് നമുക്ക് നന്നായിട്ട് നല്ല തേങ്ങയും ജീരകവും പിന്നെ വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ അരച്ച് അത് വേവിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ഏകദേശം ഒക്കെ ടേസ്റ്റ് കിട്ടും കേട്ടോ, ഫ്രഷായിട്ട് കഴിക്കുന്നതിൻ്റെ. അപ്പം നമ്മൾ കുറച്ചെടുത്ത് നമുക്കതൊന്ന് ചൂടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കാന്താരി മുളക് പൊട്ടിച്ച കാന്താരിയും പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് മുളക് പൊട്ടിച്ചാണ്. അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. കൂടെ കുറച്ച് മീൻ കറിയും കുറച്ച് ശ്രിമ്പ് വറുത്തതുമുണ്ട്. ഇതാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ചക്കയും പിന്നെ ആ മുളക് പൊട്ടിച്ചതും കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മീനും ആ ചാറും എല്ലാം കൂടെ കൂട്ടി കഴിക്കാം. പിന്നെ ആ ശ്രിമ്പോടെ ഒന്ന് കഴിക്കാം. പക്ഷേ ഇതിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ആ കാന്താരിമുളക് കൂട്ടി ചക്ക വേവിച്ചത് കഴിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് ചക്ക വേവിച്ചതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം?